അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പോലും ഉറ്റവരുടെ മൃതദേഹം സംസ്കരിക്കുവാനായി അടിമാലിയിലെ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ മതിയാം വിധമുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവം ശ്മശാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ശ്മശാനത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തിവരുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ക്രിമിറ്റോറിയത്തിന്റെ പദ്ധതി ഭേദഗതികൾ നടത്തിക്കൊണ്ട് മെയിൻ്റനൻസ് നടത്തുന്നതിനായി ഏകദേശം 23 ലക്ഷം രൂപയോളം പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. അത് പദ്ധതി ഭേദഗതികൾക്കായിട്ട് ഗവൺമെന്റിനെ സമീപിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് അനുവാദം ലഭിച്ചാൽ ഉടൻ തന്നെ നമുക്ക് തന്നെ പദ്ധതികൾ മെയിൻ്റനൻസ് പണികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഉടൻ തന്നെ അതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് തുടരുകയാണ്. നിലവിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ട് വിവിധ പരാധീനതകൾ നിലനിൽക്കുന്നുണ്ട്. മൃതദേഹം സംസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പുക മുകളിലേക്ക് പോകേണ്ടുന്ന പുകക്കുഴൽ തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. മൃതദേഹം സംസ്കരിക്കേണ്ടുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം തുരുമ്പെടുത്ത നിലയിലാണ്. ശ്മശാന പരിസരമാകെ കാടുമൂടി കിടക്കുന്നു. സാധാരണക്കാർക്ക് ആശ്രയമായ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.